ഞാൻ വിചാരിച്ചാലും കോംപ്ലിക്കേറ്റഡാ കാര്യങ്ങള്. ഇതൊക്കെ അറിഞ്ഞു വെച്ചോണ്ട് ആദ്യം എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? പൂജ, ഞാൻ അറിഞ്ഞില്ല പിടിച്ച പിടിയാലെ മുത്തശ്ശി ഇങ്ങനെ കാണിക്കുന്നു. തനിക്ക് വാ തുറന്ന് പറയായിരുന്നില്ലേ എന്ത് നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലാന്ന്? എന്നാ പിന്നെ തനിക്ക് പറയായിരുന്നില്ലേ? ഞാൻ പറയുന്നതിലും കാട്ടി കുറച്ചുകൂടെ നല്ലത് താൻ പറയുന്നായിരുന്നില്ലേ? അതെന്താ? എന്നോട് പ്രണയില്ലാന്ന് വിളിച്ചു പറയണ തന്റെ ആവശ്യമില്ലേ? ഓ അത് ശരി, ഇപ്പൊ അങ്ങനെയായോ? എന്റെ പൂജ താൻ കണ്ടതല്ലേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ കിടന്ന് അനുഭവിക്കുന്നത്. ഞാൻ എന്നെ കരുതിയൊന്നുമല്ല ഇങ്ങോട്ട് വന്നത്, തന്റെ സേഫ് സൈഡ് നോക്കിട്ട് തന്നെയാ. ആ സേഫ് സൈഡ് എനിക്ക് വേണ്ടെങ്കിലോ? പിന്നെ താൻ എന്തെടുക്കാൻ പോവാ? അതെന്തിനാ താൻ അറിയുന്നേ? ഓ, ആത്മഹത്യ ചെയ്യാൻ പോവായിരിക്കും അല്ലേ? ആ അതെ, ആണെന്ന് തന്നെ വെച്ചോ. ഇപ്പൊ നോയിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന്. എന്റെ അച്ഛൻ ഇപ്പൊ വരും എന്നെ കൂട്ടിക്കൊണ്ടുപോവാൻ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതിന് ഞാൻ തന്നെ വിട്ടുകൊടുത്തിട്ട് വേണ്ടേ? വിട്ടുകൊടുക്കാതിരിക്കാൻ താനെന്റെ ആരാ? ഭർത്താവാണോ? കാമുകനോ? അതോ കൂടെ പിറപ്പോ? പറ. പൂജ, പൂജ നിക്ക. സത്യം പറയാലോ, വിളക്ക് വെച്ച് പൂജമുള കയറ്റി ഇന്ന് നിങ്ങൾക്ക് തരേണ്ടത് ജ്യൂസ് അല്ല, പാല. അത് രാത്രിയിലായിക്കോട്ടെ അല്ലേ? അതോ ഇനി നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ആചാരപ്രകാരം കല്യാണം കഴിച്ചിട്ടേ ഉള്ളോ ആദ്യ രാത്രി? തൽക്കാലം ഈ ജ്യൂസ് കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. മുത്തശ്ശി പൂജമോളുടെ വീട്ടിൽ നിന്ന് മടങ്ങി വന്നിട്ട് ബാക്കി കാര്യം നമുക്ക് വിശദമായിട്ട് തീരുമാനിക്കാം. കുടിക്കും. മുത്തശ്ശിയുടെ പോക്ക് കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളെ പിടിച്ച് കെട്ടിക്കുന്ന എനിക്ക് തോന്നുന്നത്. അല്ല ചേച്ചി, ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങൾ സത്യം പറയുമോ? നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ? അല്ല, ഇത്രയും കാലം ഒരുമിച്ച് കഴിയുമ്പോ ആർക്കായാലും അങ്ങനെ ഒരു പൂതി തോന്നാലോ, അതുകൊണ്ട് ചോദിച്ചതാ. ഗോമതി ചേച്ചിക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഒന്ന് പോയ